ഈ സമരപരിപാടിയുടെ അധ്യക്ഷൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാനതല നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിരവധിയായ സമരങ്ങൾ കേരളത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലും കേന്ദ്രത്തെ പ്രതിനിധീകരിക്കുന്ന രാജ്ഭവന്റെ മുമ്പിലും ഇതിനു മുമ്പും എത്രയോ വർഷക്കാലമായിട്ട് നടന്നു വരികയാണ്. അങ്ങനെയുള്ള എല്ലാ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമരമാണ് ഇന്ന് രാജ്ഭവന്റെ മുമ്പിലേക്ക് പ്രധാനമായിട്ടും ഇടുക്കി ജില്ലയിലുള്ള കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരം നടത്താനിടയായത്. സാധാരണ ഡിമാൻഡുകൾ വെക്കുക, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോടും നമ്മുടെ ആവശ്യങ്ങൾ പറയും, കേന്ദ്ര ഗവൺമെൻറ്റിനോടും ആവശ്യങ്ങൾ പറയും. കാരണം ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ഈ ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യാനും സമരങ്ങൾക്ക് അടിസ്ഥാനമായ മുദ്രാവാക്യങ്ങൾ മുന്നോട്ടേക്ക് വെച്ചുള്ള ശക്തമത്തായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുമെല്ലാം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് ഭരണഘടനാപരമായ അധികാരാവകാശങ്ങളുണ്ട്. അത് നന്നായിട്ട് കൈകാര്യം ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർലമെന്ററി പ്രവർത്തനത്തിലൂടെയും പാർലമെന്ററി പ്രവർത്തനത്തിന്റെ അപ്പുറവും കടന്ന് അധികാരാവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ജനതയുടെ നാടാണ് കേരളം. ആ കേരളം, അതുകൊണ്ട് ആ മർത്യസെന്നെ പോലുള്ള ആളുകൾ പറഞ്ഞത് കേരള മോഡൽ. ആ കേരള മോഡൽ ആരെങ്കിലും അനുഗ്രഹിച്ച് തന്ന ഒന്നല്ല. കേരളത്തിലെ ജനങ്ങൾ തന്നെ അതിശക്തിയായിട്ട് നേടിയ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ നേടിയെടുത്ത ആനുകൂല്യങ്ങളും അവകാശങ്ങളും തന്നെയാണ് കേരളത്തെ മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇവിടെ ഇപ്പോഴ് നമ്മൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? ഒരു ഡിമാൻഡും പുതുതായിട്ടില്ല. ഏതെങ്കിലും ഒരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നില്ല. ഇവിടെ ഭരണഘടനാപരമായിട്ട് നിർവഹിക്കാൻ ബാധ്യതയുള്ള ഗവർണർ നിയമസഭ ഏകണ്ഠമായിട്ട് പാസാക്കിയതിന് ശേഷം ആ നിയമമാകുന്നതിന് വേണ്ടി സാങ്കേതികമായ ഒരു കാര്യം ഗവർണറുടെ ഒപ്പ് വേണം എന്നതാണ്. ഗവർണറുടെ ഒപ്പ് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല. ഭരണഘടനാപരമായിട്ടുള്ള ഒരു പദവിയാണ് ഗവർണർ. സ്വാഭാവികമായിട്ടും ഗവർണർ തന്നെ വേണോ എന്നെല്ലാമുള്ള ചർച്ച രാജ്യത്ത് അന്നു മുതലേ തുടങ്ങിയിട്ടുണ്ട്. വേണമെന്ന് പറയുന്നവരുമുണ്ട്, വേണ്ടെന്ന് പറയുന്നവരുമുണ്ട്. ഞങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലാണ്. എന്തിനീ ഗവർണർ? ഒരു കാര്യമില്ല. കാരണം ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അവസാന വാക്ക് പറയാൻ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയും അതുപോലെ തന്നെ നിയമസഭയും തന്നെയാണ് അതിന്റെ അവസാന വാക്ക് പറയേണ്ടത്. പിന്നെ ഭരണഘടനാപരമായിട്ട് ഇങ്ങനെയൊരു പദവിയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില അധികാരാവകാശങ്ങളും ഗവർണർക്ക് നൽകി എന്നുള്ളതുകൊണ്ട് അവസാന നിയമമാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒപ്പ് വേണം. ഈ ഒപ്പ് വെക്കുക എന്നുള്ള ചുമതല മാത്രമേ ഗവർണർക്ക് നിർവഹിക്കാനുള്ളൂ. ഇന്നിപ്പോഴ് ഇടുക്കിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇതിനെതിരല്ല എന്നാണ്. അത്രയും നന്നായി. നിങ്ങളുടെ സമരം അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഗവർണർക്ക് മനമാറ്റം വരുത്താൻ സാധിച്ച സമരമായി ഈ സമരം മാറിയിരിക്കുന്നു അഭിമാനിക്കുന്നു. വളരെ വ്യക്തമായിട്ട് പച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പത്രം വരാനായിട്ടില്ല, നാളെയല്ലേ വരുള്ളൂ. ഇപ്പോൾ ആ വാർത്ത കണ്ടപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ ഇതിനെതിരല്ല. പിന്നെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചു, വിശദീകരണത്തിന് മറുപടി കിട്ടിയില്ല. വിശദീകരണം ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ ഈ ഗവൺമെന്റിന് യാതൊരു പ്രയാസമില്ല. വിശദീകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇനി മറുപടി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താ? ഏത് ഗവർണറുടെയും ഉത്തരവാദിത്തം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിൽക്കുന്നു. ഒന്ന്, ഗവൺമെന്റ് ഏകണ്ഠമായിട്ട് അല്ലെങ്കിൽ അസംബ്ലി ഏകണ്ഠമായിട്ടോ അല്ലെങ്കിൽ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലോ പാസാക്കിയിട്ടുള്ളൊരു നിയമം ഗവർണറുടെ കയ്യിൽ കിട്ടിയാൽ ഗവർണർ അത് പരിശോധിച്ച് ഒപ്പുവെച്ച് നിയമമാക്കാം. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്.
ഇനി അതിൽ വല്ല സംശയമുണ്ടോ? സംശയമുണ്ടെങ്കിൽ മന്ത്രിമാരോടോ മുഖ്യമന്ത്രിയോടോ ആരോടും ചോദിക്കാം. അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് ഇവിടെ ആരും തർക്കമില്ല, ആർക്കും പ്രയാസമില്ല. കാരണം സുതാര്യമായ രീതിയിലൊരു നിയമമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്താ, ഇനിയിപ്പോൾ ഇതിൽ സംശയം, എനിക്ക് ഭയങ്കര സംശയമാണ്, ഞാനിത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മടക്കാം, ഇങ്ങോട്ടേക്ക് തന്നെ മടക്കാം, നിയമസഭക്ക് തന്നെ മടക്കാം. മടക്കിയാൽ ഒറ്റ കാര്യം ചേരുവാനുള്ളൂ, വീണ്ടും ഒരു സമ്മേളനം ചേരണം. ആ സമ്മേളനം ചേർന്ന് ഈ നിയമം ഒന്നുകൂടി പാസ്സാക്കണം. അങ്ങനെ പാസ്സാക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം അത് അംഗീകരിക്കല്ലാതെ വേറെ വഴിയില്ല ഗവർണർക്ക് ഭരണഘടനാപരമായിട്ട്. അതും ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, 3 മാസം പോകണം അതിന് മടക്കാൻ. ഇത് രണ്ടും കഴിഞ്ഞിട്ട് അവസാനം ഇതിന് ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് വേണമെങ്കിൽ പ്രസിഡന്റിലേക്ക് അയക്കാം. ഈ 3 മാർഗേ ഉള്ളൂ ഗവർണർക്ക്, വേറെ ഒരു വഴിയും ഗവർണർക്ക് ഇല്ല. ഇതിൽ ഒന്നാമത്തെ വഴി സ്വീകരിച്ചില്ല, രണ്ടാമത്തെ വഴിയും സ്വീകരിച്ചില്ല, മൂന്നാമത്തെ വഴി സ്വീകരിക്കുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് അയക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഈ സമരം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രത്യേകതയുള്ള സമരമാണ്. ഇത് ഗവൺമെന്റ് തീരുമാനിച്ചു, മന്ത്രിസഭ അംഗീകരിച്ചു, നിയമസഭയിൽ ചർച്ച ചെയ്ത് ഏകകണ്ഠമായി പാസാക്കി നിയമമാക്കുന്നതിന് സാങ്കേതികമായിട്ട് ഒപ്പിടണം ഗവർണർ. ആ ഗവർണർ ഒപ്പിടാത്തതിന്റെ ഭാഗമായി ഇപ്പോഴും 3 മാസത്തിലധികമായിട്ട് ആ നിയമം പ്രയോഗിക്കാൻ നമുക്കാവുന്നില്ല. ഈ പ്രയോഗിക്കാനാവാത്ത ഈ നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണം പൂർത്തിയാക്കുന്നതിന് അടിയന്തരമായിട്ട് ഗവർണർ ഒപ്പിടണമെന്ന മലയോര മേഖലയിലെ പ്രത്യേകിച്ച് ഇടുക്കി ജനതയുടെ പ്രതിഷേധവും അതുപോലെ തന്നെ ആവശ്യവുമാണ് മറ്റെല്ലാ സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സമര രൂപം എന്ന രീതിയിൽ ഇപ്പോഴും ഗവർണറുടെ വസതിക്ക് മുമ്പിൽ, രാജ്ഭവന് മുമ്പിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നമ്മളെല്ലാം ഇവിടെ വരുമെന്ന് കണ്ടപ്പോൾ നേരെ ഇടുക്കിയിലേക്ക് പുറപ്പെടുക. പ്രകോപനപരമാണ്. വരെടുക്കാൻ പോയിക്കൊണ്ടിരുന്നത് എറണാകുളത്ത് പോയപ്പോലെ. അപ്പോൾ പരിപാടി ഒപ്പിക്കുകയാണ്. അവിടെ വ്യാപാരി വ്യവസായിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ്. അവരെന്നെ പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലായത്. അവരെന്നെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ഗവർണറെ, ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ നിങ്ങളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇടുക്കിക്കാർ നിങ്ങൾ ഞങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ അത് അത്ര ഗുണപരമാവില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിർബന്ധപൂർവ്വം വരുന്നതാണ്, പോലീസിനാണ് ഉത്തരവാദിത്വം എന്നാണ്. പോലീസിനാണ് സമാധാനത്തിന്റെ ഉത്തരവാദിത്വം, എനിക്കതിൻ്റെ ഒന്നും കാര്യമില്ല, ഞാൻ അങ്ങോട്ട് വരാൻ പോവുകയാണെന്ന് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഒപ്പിച്ചു വാങ്ങിയതാണ്. കാരണം എന്താ, എനിക്കെതിരായിട്ട് ഇവിടെ ഇടുക്കിക്കാർ വന്നാൽ ഞാൻ ഇടുക്കിക്കാരുടെ അടുത്തേക്ക് ഞാൻ പോവും എന്നുള്ള നേരത്തെ സമരത്തിന്റെ എല്ലാം ഭാഗമായിട്ട് എടുത്തൊരു നിലപാടുണ്ടല്ലോ, അത് തന്നെയാണ് ഗവർണർ ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ വിശദീകരണങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പ്രസ്താവനകളോ ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നില വിട്ടിട്ട് കുറേ മാസമായി, കുറേ കാലമായി. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവെന്ന രീതിയിൽ ഗവർണർ എടുക്കേണ്ടുന്ന നിലപാട് എടുക്കാതെ തന്നെ എത്രയോ വർഷമായി. എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായി, കേരളത്തിന്റെ ചരിത്രത്തിലും അത്യപൂർവമായി മാത്രം കാണുന്ന ജനകീയ പ്രതിരോധം, ജനകീയ പ്രതിഷേധം ഗവർണർക്ക് നേരെ ഇപ്പോഴുണ്ടായിട്ടുള്ളത് എന്നെല്ലാവർക്കും അറിയാം. ഈ നിയമനിർമ്മാണത്തെ പറ്റിയൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. വളരെ ലളിതമാണ് പ്രശ്നം. ഇവിടെ പറഞ്ഞല്ലോ, ഒരു 6.5 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ 65 വർഷം ഇടുക്കി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഇടുക്കിയിൽ വ്യാവസായിക പ്രശ്നങ്ങളല്ല, എല്ലാം കാർഷിക പ്രശ്നങ്ങളാണ്, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെന്റ് പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 1960 ഭൂപതിവ് ചട്ടം നിയമം യഥാർത്ഥത്തിൽ പാസാക്കിയത്. 64 ചട്ടവും പാസാക്കി. അത് കുറേയും കൂടി മുന്നോട്ടേക്ക് വരുമ്പോഴെന്താ സ്ഥിതി, പിന്നെ അതിന്റെ മേലെ കോടതി ഇടപെടാൻ തുടങ്ങി. ഞാനിവിടെ അതിന്റെ വിശദീകരണത്തിലൊന്നും ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ കോടതി ഓരോ ഘട്ടത്തിൽ ഇടപെട്ട് അവസാന ഘട്ടമാകുമ്പോഴേക്കുള്ള സങ്കീർണമായ പ്രശ്നം, ഭൂപതിവിന്റെ ഭാഗമായിട്ട് ലഭിച്ച ഭൂമിയിൽ കൃഷിയും അതുപോലെ തന്നെ വീടും ഗൃഹനിർമ്മാണവും ഒഴിച്ച്
ബാക്കിയൊന്നും തന്നെ അനുവദിക്കുന്നില്ല എന്ന നിലയിലേക്ക് ഹൈക്കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ വന്നു. ഇതാണ് സങ്കീർണമാക്കിയത്. അവിടെ എന്തൊക്കെ കെട്ടിടങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള കെട്ടിടമുണ്ട്. അതുപോലെ തന്നെ ദൈവികമായ സങ്കല്പത്തോടു കൂടിയുള്ള പള്ളി ഉൾപ്പെടെയുള്ള ക്ഷേത്രം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഇതെല്ലാം നിയമപരമല്ല എന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള സമ്മതം വാങ്ങി കെട്ടിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാം നിയമവിരുദ്ധമാണെന്ന തലത്തിലേക്കുള്ള വിധി വരുന്നതോടുകൂടി ഒരു ഘട്ടം വരുമ്പോൾ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന സമീപനം കൂടി ചേർന്ന് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയേറെ സങ്കീർണമായി, വളരെയേറെ ഗൗരവപൂർണമായി. അതാണ് നമ്മൾ കണ്ടത്, ഏറ്റവും പ്രധാനമായിട്ട് കണ്ടത് ഒന്നതാണ്. അപ്പോൾ കാർഷിക മേഖലയിൽ നമ്മൾ എങ്ങനെയാണ് ഇനി കർഷകരെ സഹായിക്കുക? ഈ പ്രശ്നമാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഗവൺമെന്റും ഈ പ്രാവശ്യത്തെ ഗവൺമെന്റും ആലോചിച്ചപ്പോൾ ഇപ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ നമ്മൾ കൃത്യമായിട്ട് 350, കഴിഞ്ഞ പ്രാവശ്യം 600 ആകെ പ്രകടന പത്രികയിലുള്ള നമ്പർ, ഇപ്രാവശ്യം 900. ആ 900-ൽ 380 നമ്പർ ഈ ഭൂ പതിച്ചു കൊടുക്കുന്ന നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നാണ്. 1960 നിയമം ഭേദഗതി ചെയ്യും എന്ന് കൃത്യമായിട്ട് 380 നമ്പറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രകടന പത്രിക വെറുതെ ഇങ്ങനെ എഴുതി ആളെ പറ്റിക്കാൻ നടക്കുന്ന ഒരു മുന്നണിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അങ്ങനെ ഒരു കൃത്യമായ നമ്പർ വെച്ച് ഇടുക്കി ജില്ലയിലെയും കേരളത്തിലെ മലയോര മേഖലയിലെയും കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന കോടതിയുടെ വിധി ഉൾപ്പെടെ ചേർത്തുകൊണ്ടുവന്ന ഈ സങ്കീർണ പ്രശ്നത്തെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാനാവുക എന്ന പ്രശ്നം വെറുതെ എഴുതി വെച്ചതല്ല, അത് വളരെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഒരു ദിവസം ഇവിടെ പറഞ്ഞല്ലോ, ഒരു സുപ്രഭാതത്തിലല്ല ഇതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകൾ തുടങ്ങി. സർവകക്ഷി യോഗം ചേർന്നു. അതുപോലെ തന്നെ ആ ജില്ലയിലെ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയാണ്, ഇടുക്കി ജില്ലയിലെ സാമുദായിക നേതാക്കളെ കണ്ടു, അതുപോലെ മത മേധാവികളെ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ സർവതല മേഖലയിലുള്ള ഇടുക്കിയിലെ മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധികളെ മുഴുവൻ കണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച നടത്തി ഒരു ധാരണയുണ്ടാക്കി. ആ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഭേദഗതി നിയമം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. ഏതാണ്ട് എല്ലാവരും ചേർന്ന് യോജിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ബില്ലായിട്ടാണ് ഈ ഭേദഗതിയെ നമ്മൾ കണ്ടത്. അപ്പോൾ നാട് അംഗീകരിച്ചു, എല്ലാ വിഭാഗം ജനങ്ങളും അംഗീകരിച്ചു. കാരണം ഇത് പാവപ്പെട്ടവരും ഇടത്തരക്കാരുമായിട്ടുള്ള കാർഷിക മേഖലയിലെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഗൃഹാവശ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിക്ക് വേണ്ടിയിട്ടും ഒഴിച്ചുള്ള എല്ലാ നിർമ്മാണങ്ങളും യഥാർത്ഥത്തിൽ പാടില്ല എന്ന അവസ്ഥ വന്നതോടുകൂടിയുള്ള സങ്കീർണത പിന്നെ എങ്ങനെയാണ് പരിഹരിക്കുക? സ്വാഭാവികമായിട്ടും ധാരണയായി ഒരു നിശ്ചിത ഭൂമി ഉൾപ്പെടെ എടുത്ത് ആ ഭൂമിയിലെ നിർമ്മിതികൾ എന്തൊക്കെ, ആ നിർമ്മിതികളെല്ലാം ഇന്നത്തെ രീതിയിൽ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വേണം. വെറുതെ ഒരു നിയമനിർമ്മാണമല്ല, ഇതൊക്കെ കൃത്യമായിട്ട് നിയമമായി സാധൂകരിക്കുന്നതിന് വേണ്ടി സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരള നിയമസഭ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്ത് ആ നിയമം പാസാക്കിയത്. അത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി കൃഷിക്ക് വേണ്ടി മാത്രമല്ല, വീടുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, മറ്റനുബന്ധമായിട്ട് വന്ന നിരവധി കാര്യങ്ങൾക്ക് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ അനുവാദം ലഭിക്കത്തക്ക രീതിയിലുള്ളതും ഇന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ക്രമവൽക്കരിക്കേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രമവൽക്കരിക്കും എന്ന ധാരണയോടുകൂടി തന്നെയാണ് ഈ നിയമനിർമ്മാണം നടന്നത്. ഇങ്ങനെ വന്നാൽ എന്താ ഗുണം? ഇടുക്കി ജില്ല മാത്രമല്ല, ഞാൻ ഇടുക്കി ജില്ല ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഫോക്കസ് ചെയ്ത് ഇടുക്കിയാണല്ലോ. ആ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന മിക്കവാറും എല്ലാ പ്രശ്നങ്ങളും
പരിഹരിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് 1960 അന്നത്തെ ഭേദഗതി, അതിന്റെ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഭൂപതിവ് ഭേദഗതി നിയമത്തിൽ ഇപ്പോഴും ഭേദഗതി വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു കാൽവെപ്പാണ്. അത് ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം പാസാക്കുന്നതോടെ സങ്കീർണമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെയാണ് കഴിഞ്ഞ 2023 സെപ്റ്റംബർ 14 കേരള നിയമസഭ ഏകണ്ഠമായിട്ട് പാസാക്കിയിട്ടുള്ളത്. ആ പാസാക്കിയിട്ടുള്ള നിയമമാവണമെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണം. ഒരേ ഒരു തടസ്സം, ഗവർണർ ഒപ്പുവെക്കുന്നില്ല. ഇതിന് വേറെ ആരെയും പ്രതിയാക്കാൻ പറ്റില്ല, പ്രതിപക്ഷത്തെ പറയാൻ പറ്റില്ല, ആരെയും പറയാൻ പറ്റില്ല. എന്നാൽ ഇതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്. അത് വെറും ഗവർണറൊന്നുമല്ല, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വേറെ ആരുടെ രാഷ്ട്രീയമല്ല, BJP രാഷ്ട്രീയമാണ്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ഈ കേരളത്തിലെ ഗവർണറെ തന്നെയാണ് ഒരു ഉപകരണമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, തമിഴ്നാടും അത് തന്നെയാണ്, അതുപോലെ തന്നെ ബംഗാൾ അത് തന്നെയാണ്. അവർക്ക് ഭൂരിപക്ഷമില്ലാത്ത, അവർക്ക് ഗവൺമെന്റ് ഇല്ലാത്ത, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാകെ, പഞ്ചാബ് എടുത്താലും അങ്ങനെ തന്നെ, ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ ഈ നാടിനെ ഹിന്ദുത്വ അജണ്ടയിലേക്ക് നയിക്കാൻ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഗവർണർമാരെ നിയമിക്കുന്നത് അവർ തന്നെയാണല്ലോ. നല്ല മൂത്ത RSSനെയും BJPയുമാണ് ഗവർണറായിട്ട് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് മെറിറ്റൊന്നുമില്ല. ഗവർണറുടെ മെറിറ്റ് അസംബ്ലിയിൽ തന്നെ ആരൊക്കെ നോക്കിയപ്പോൾ 35 വയസ്സ് കഴിയണമെന്നേ ഉള്ളൂ. പിന്നെ മറ്റു യോഗ്യതൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ ആർക്കും ഗവർണറാവാം. അങ്ങനെ ഗവർണറായിട്ട് വരുന്ന ആളുകൾ രാഷ്ട്രീയ കാര്യം വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരായി ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്നുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർച്ച് നടത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധതയോടുകൂടി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ആ ശ്രമത്തെ എങ്ങനെ തുരങ്കം വെക്കാമെന്നുള്ള കാര്യം ആലോചിച്ച് നമ്മുടെ ഗവർണർ ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിയമം നടപ്പിലാക്കാൻ ഗവൺമെന്റ് പ്രതിബദ്ധതയോടുകൂടി തയ്യാറാവുന്നു, നിയമം നിർമ്മിക്കുന്നു. ആ നിയമത്തിൽ ഒപ്പിടാൻ തയ്യാറില്ലാത്ത ഗവർണർക്കെതിരായി ഇതുപോലെ സമാനതകളില്ലാത്ത ഒരു സമരം ഇടുക്കിയിൽ നിന്ന്, നമുക്കെല്ലാവർക്കും അറിയാലോ അതൊരു ദൂരം, എത്രയോ മണിക്കൂറുകൾ താണ്ടി ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സമര തീഷ്ണത എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തീഷ്ണമായ പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയുമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ ആധുനിക കേരളത്തെ സൃഷ്ടിക്കാനായത്. വെറുതെ ആരെങ്കിലും ഓശാനം തന്നൊന്നല്ല, ആരെങ്കിലും അനുഗ്രഹിച്ചു തന്നതുമല്ല. ഈ കേരളം നേടിയെടുത്ത ലോകത്തിനു മുമ്പിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ വളർത്തിയെടുത്തത് നമ്മുടെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഓരോരുത്തരും നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളുടെയും രക്തസാക്ഷിത്വത്തിലൂടെയും സഹനത്തിലൂടെയും നേടിയെടുത്ത ഒരു നാടാണ് ഈ കേരളത്തിന്റെ ഈ വളർച്ചയുടെ അടിസ്ഥാനം. ഈ കേരളത്തിൽ ഗവർണർ ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും 3 മാസമായി. ഇനിയും ഇതേപോലെ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോഴെല്ലാം തെരുവിൽ പ്രതിഷേധവും കരിങ്കൊടിയും എല്ലാം ചില സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ഈ കേരളത്തിലെ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എവിടെയും പോകാനാവാത്ത രീതിയിലുള്ള ജനകീയ പ്രതിഷേധത്തിന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള കർഷക ജനവിഭാഗവും മുന്നോട്ടേക്ക് വരും. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന. ഇപ്പോ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളൊക്കെയാണ് പ്രതിഷേധവും, അതുപോലെ തന്നെ അവിടെ കരിങ്കൊടിയെല്ലായിട്ട് ഇന്നത്തോടുകൂടിയാണ് ചിത്രം മാറിയത്. ഇന്നിപ്പോഴും വളരെ ശക്തമായ രീതിയിലുള്ള പോരാട്ടം തന്നെ നിങ്ങൾ ഇടുക്കിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടുക്കിയുടെ ഒരറ്റത്തേ പോയിട്ടുള്ള ഒരറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ തൊടുപുഴ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടുക്കിയായിട്ടില്ല അല്ലെ. ഇടുക്കിയാവണമെങ്കിൽ കുറേ കൂടി സഞ്ചരിക്കണം, അപ്പോഴേ ഇടുക്കിയാവുള്ളൂ. ഇപ്പോഴും യഥാർത്ഥത്തിൽ എറണാകുളത്തിന്റെ ഭാഗമാണ് ഈ തൊടുപുഴ എന്ന് പറയുന്നത്. അതന്നെ അത്രയായിട്ടുള്ളൂ. അപ്പൊ ശരിക്കും ഇടുക്കി കണ്ടിട്ടില്ല. അപ്പോൾ ഇടുക്കി കാണുമ്പോഴാണ് കള്ളി മനസ്സിലാകുക. അപ്പോൾ കാർഷിക പ്രതിഷേധം രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ മുമ്പ് ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ മാസങ്ങൾ നീണ്ടുനിന്ന, വർഷങ്ങൾ നീണ്ടുന്ന സമരം നമ്മൾ കണ്ടതാണ്, കൃഷിക്കാരുടെ സമരം. ആ സമരത്തിന്റെ മുമ്പിൽ മുട്ട് മടക്കിയ ഗവൺമെന്റാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് എന്ന് നമുക്കറിയാം. എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തെ കാവ്യവൽക്കരിപ്പിക്കാനും
അതിന്റെ ഭാഗമായിട്ട് RSS അജണ്ട നടപ്പിലാക്കാനും പുറപ്പെട്ടാൽ അത് ഈ കേരളം അംഗീകരിക്കില്ല, കേരളത്തിലെ കൃഷിക്കാർ അംഗീകരിക്കില്ല, കൃഷിക്കാരോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ സാമാന്യ ജനത അംഗീകരിക്കില്ല എന്ന ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം. വേഗം ഒപ്പിടുന്നതല്ല. അതാ എനിക്ക് ഗവർണറോട് പറയാനുള്ളത്. വേറെ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അടിയന്തരമായിട്ട് വന്ന ഉടനെ തന്നെ ഒപ്പിട്ടോ. മനസ്സിലായില്ലേ? ഈ ഒപ്പിടുന്നില്ല, വേണ്ട, ഒപ്പിടുന്നില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് തിരിച്ചയച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കാം. ഒരു സംശയവും വേണ്ട. വണ്ടി പുള്ളി തെറ്റാണ്ട് വീണ്ടും ഇതേ നിയമസഭ ഏകണ്ഠമായിട്ട് പാസ്സാക്കി തരും. അങ്ങനെ പാസ്സാക്കി തന്നാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വരക്കുക, ഒപ്പ് ഇടുക എന്നുള്ളത് ഞാൻ ബോധപൂർവ്വം മാറ്റിയത്. വരക്കുക, ഒപ്പ്. വേറെ എന്താ ചെയ്യാൻ പറ്റുക? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഭരണഘടനാ സ്ഥാപനത്തിന് മേലെ കയറി ഇരുന്നിട്ട് എന്ത് തോന്നിയാസവും ചെയ്യുന്ന ഈ ഗവർണറുടെ നിലപാടിനെതിരായി നിങ്ങൾ അങ്ങ് ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേർന്ന് ഈ സമരം വമ്പിച്ച സമരമാക്കി രൂപപ്പെടുത്തിയ നിങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക.